കൃഷിയുടെ പാഠങ്ങൾ അടുത്തറിഞ്ഞ് പെരിന്തൽമണ്ണ പൂപ്പലം അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വിദ്യാർത്ഥികൾ. NSS വിദ്യാർത്ഥികളുടെ 7 ദിവസത്തെ പ്രത്യേക സഹവാസ ക്യാമ്പ് ആനമങ്ങാട് മണലായ അംബേദ്കർ ആശ്വാസ് കേന്ദ്രത്തിൽ നടന്നുവരികയാണ്. ക്യാമ്പിലെ വിദ്യാർത്ഥികൾ മുതിർന്ന കർഷകൻ മണലായ തുളിയത്ത് അബ്ദുള്ളയുടെ വീട്ടിലും തോട്ടകൃഷിയിടങ്ങളിലും എത്തി കാർഷിക സംസ്കാരത്തെ നേരിട്ടറിഞ്ഞു. അംബേദ്കർ ആശ്വാസ് കേന്ദ്രത്തിൽ പെരിന്തൽമണ്ണ പൂപ്പലം അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. സദ്ഗ്രാമം പ്രോജക്ടിന്റെ സഹകരണത്തോടെ ക്യാമ്പിൽ വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ സജീവമായ മുതിർന്ന കർഷകൻ തുളിയത്ത് അബ്ദുള്ളയുടെ വീട്ടിൽ ക്യാമ്പ് അംഗങ്ങൾ ഒത്തുകൂടി. തുളിയത്ത് അബ്ദുള്ള തങ്ങളുടെ തോട്ടത്തിൽ ചെയ്തുവരുന്ന ജാതിക്ക, കമുങ്ങ്, റബ്ബർ തുടങ്ങിയ കാർഷിക ഇനങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അബ്ദുള്ള മറുപടി പറഞ്ഞു. കഴുക് കൃഷിയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തയ്യ് വെക്കുമ്പോൾ മിനിമം 8 അടി അകലം, 10 അടിയായാലും കുഴപ്പമില്ല, 8 അടിയിൽ കുറയാൻ പാടില്ല. പിന്നെ ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇത് കുറേശ്ശെ കായ വരാൻ തുടങ്ങും. അതിൻ്റെ ശേഷം ഇതിൻ്റെ അടിയിൽ ജാതി വെക്കാൻ പറ്റും 4 കൊല്ലം കഴിഞ്ഞിട്ട്. പിന്നെ വാഴ ഇടവിളയായിട്ട് വാഴ, യന്ത്രവാഴയോ പടൽ വാഴയോ ഏത് വാഴ വേണമെങ്കിലും വെക്കാം, അതും ഒരു ഇടവിളയായിട്ടാണ്. പിന്നെ ഈ കൃഷി എന്ന് പറഞ്ഞാൽ മഴ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നോക്കം പോണ സമയത്ത് നിലം വൃത്തിയാക്കി എന്നിട്ട് ഭൂമി ഉണങ്ങുന്ന സമയത്ത് ഇതിന് വെള്ളം കൊടുക്കുക. അത് കൂടുതൽ വെള്ളമുള്ളവർക്ക് അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ട്രിപ്പായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രിംഗ്ലറായിട്ട് കൊടുക്കുക. പിന്നെ പാക്കാടത്തോടിലൊക്കെ എന്തെങ്കിലും വെള്ളം ഓൾറെഡി ഉണ്ടാവുമല്ലോ, കെട്ടി നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇത് സംരക്ഷിക്കേണ്ടത്. പിന്നെ റബ്ബറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തയ്യ് വെച്ച് കഴിഞ്ഞ് 7 കൊല്ലം, മിനിമം 7 കൊല്ലം വേണം. അതായത് ഒരു 18 ഇഞ്ച് പണ്ണെങ്കിലും വരണം. ടാപ്പ് ചെയ്യണം. ഒന്നിടവിട്ടാണ് നമ്മളെ ഇവിടെയൊക്കെ ടാപ്പിങ്, പക്ഷെ അത് തെറ്റാണ്. 3-ാം ദിവസം ടാപ്പ് ചെയ്യണം. ഞാനും ഒന്നിടവിട്ടിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് 3-ാം ദിവസം ടാപ്പ് ചെയ്താൽ കൂടുതൽ കാലം അതിൽ ആയുസ് കിട്ടും. പിന്നെ ഈ മഴക്കാലത്ത് ഇതിന് കവറിടുന്നൊരു സിസ്റ്റം, അതും തെറ്റാണ്. അത് പെട്ടെന്ന് ഇതിന് കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേനലിൽ മാത്രം, മഴ ഒഴിച്ച് മാത്രം ടാപ്പ് ചെയ്യുക, 3-ാം ദിവസം ടാപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇരട്ടി കാലം ആദായം കിട്ടും. സദ്ഗ്രാമം പ്രൊജക്ട് കോർഡിനേറ്റർ കീഴപ്പാട്ട് പ്രസീതയുടെ നേതൃത്വത്തിലാണ് NSS ക്യാമ്പിലെ വിദ്യാർത്ഥികൾ എത്തിയത്. നമ്മൾ സദ്ഗ്രാമം പ്രൊജക്ട് നജീബ് കാന്തപുരം MLA-ൻ്റെ ഇനീഷ്യേറ്റീവാണ്. സദ്ഗ്രാമം പ്രൊജക്റ്റിൽ നമ്മൾ നമ്മുടെ NSS ക്യാമ്പ് അൽജാമിയ കോളേജിനെ നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 23rd സ്റ്റാർട്ട് ചെയ്തത് ക്യാമ്പ്, 29th വരെ ഉണ്ട്. നാളെ നമുക്ക് ആൻറ്റി ഡ്രഗിൻ്റെ ക്യാമ്പാണുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലാസ് എടുക്കാൻ വരുന്നത് നമുക്ക് മൗലാനി എന്നൊരു സാറാണ്. മറ്റന്നാൾ കിംസ് അൽഷിഫയെന്നാണ് നമുക്ക് മെഡിക്കൽ ക്യാമ്പ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സും ഉണ്ട്. പിന്നെ ലീഡർഷിപ്പ് ആൻഡ് ലൈഫ് സ്കില്ലിൻ്റെ ക്ലാസ്സും കൂടി ഒരു സെഷൻ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തിയേറ്റർ വർക്ക്ഷോപ്പ് വരുന്നുണ്ട് ഇവർക്ക് നെക്സ്റ്റ് ഡേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ NT ആണ്, നമ്മുടെ വാലിഡേറ്ററി ഫംഗ്ഷൻ്റെ അന്ന് നജീബ് ക വരുന്നതായിരിക്കും. പെരിന്തൽമണ്ണ അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ NSS യൂണിറ്റിൻ്റെ സപ്തദിന ക്യാമ്പാണ് മണലായ അംബേദ്കർ കേന്ദ്രത്തിൽ വെച്ച് ആരംഭം കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വ്യത്യസ്തമായ പഠനാർഹമായ ക്ലാസ്സുകളാണ് നടന്നത്. ഈ ദിവസം ഇന്ന് കൃഷിയെയും മണ്ണിനെയും കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടി മണലായ തുള്ളിയത്ത് അബ്ദുള്ളാക്ക എന്ന വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കൃഷിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ക്യാമ്പിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികൾ ഈ അവസരം ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ഇതിനെ മനസ്സിലാക്കാനും അറിയാനും ഈ ഒരു ക്യാമ്പ് സഹായകരമായി. ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് അധ്വാനം ചെയ്ത് ഒരുപാട് നല്ല നിലയിലേക്ക് വളർത്തിയെടുത്ത് കവുങ്ങും തെങ്ങും ജാതിയൊക്കെ വിളഞ്ഞു നിൽക്കുന്ന ഒരു നല്ല സ്ഥലമാണിത്. വിദ്യാർത്ഥികൾക്കായി വിഭവ സമൃദ്ധമായ നാടൻ ഭക്ഷണവും ഒരുക്കിയിരുന്നു. ആഭ്യന്തര മന്ത്രാലയം SSB അസിസ്റ്റന്റ് കമാൻഡർ സഫാൻ നെല്ലിയാലിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സോടുകൂടിയാണ് ക്യാമ്പ് ആരംഭിച്ചത്. സാമ്പത്തിക സാക്ഷരതാ ക്ലാസ്സിന് K. ഫായിസ് നേതൃത്വം നൽകി.
ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, മെഡിക്കൽ ക്യാമ്പ്, ലൈഫ് സ്കിൽസ് ആൻഡ് ലീഡർഷിപ്പ്, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ ക്യാമ്പിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. മോർണിംഗിൽ സഫ്വാൻ സാറ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് വന്നിട്ട് നമുക്കൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. യൂണിഫോമിലാണ് സാറ് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടും അങ്ങനെ സിവിൽ സർവീസിലായിട്ടും ബാക്കിയിലായിട്ടും ഭയങ്കര ഇൻസ്പയർ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, ഫ്യൂച്ചറിലായിട്ട് കുറേ പ്ലാൻസൊക്കെ തന്നിട്ട് സാറ് ഭയങ്കര ഇൻസ്പയറിംഗ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫായ് സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഈ ഫിനാൻഷ്യൽ ലിറ്ററസീനെ പറ്റിയിട്ട്. അത് ഈ സ്റ്റോക്കിൻ്റെ ആയാലും അല്ലാണ്ടായാലും നമുക്ക് എങ്ങനെ ഫണ്ട് സേവ് ചെയ്യാം, അതുപോലെ സേവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങനെ നമുക്ക് ഇൻകം വർദ്ധിപ്പിക്കാം, അങ്ങനെ കുറേ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ളൊരു സെഷനായിരുന്നു ഫായ് സാർ. അതിൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് മാത്രമല്ല, അല്ലാതെ മ്യൂച്വൽ ഫണ്ട്സിലുള്ളതും അങ്ങനെ ബാക്കിയുള്ളതും പിന്നെ ജോബ് വെച്ചിട്ടാണേലും നമ്മളെ സെൽഫായിട്ട് സ്കിൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണേലും എങ്ങനെയാണെങ്കിലും നമ്മളെ ഫ്യൂച്ചറിലേക്ക് കുറേ ഉപകാരങ്ങൾ വരുന്ന രീതിയിൽ കുറേ നല്ലൊരു സെഷനായിട്ടാണ് ഫായ് സാർ അത് പ്രസൻറ്റ് ചെയ്തത്. സാംസ്കാരിക പരിപാടികൾ നടക്കും. ഞായറാഴ്ച ക്യാമ്പ് സമാപിക്കും. അൽജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 50ഓളം വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘമാണ് NSS ക്യാമ്പിലുള്ളത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.